SSLC വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട അവരുടെ സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒരു SSLC വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ അവർ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, കണ്ടന്റ് ഒരല്പം കൂടിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. അതൊക്കെ സത്യാവസ്ഥയാണ്. അതിന് പുറമെ അവർ ചെയ്തൊരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പല വിദ്യാർത്ഥികളും തുടക്കം മുതലേ പഠിച്ചിട്ടില്ല. എല്ലാവരോടും തുടക്കം മുതലേ ഞാനടക്കമുള്ള എല്ലാ ടീച്ചേഴ്സും പറഞ്ഞത് പഠിക്കുന്ന. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഏതൊരു കൊല്ലവും 10ാം ക്ലാസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയെ പോലെ അവരും തുടക്കം മുതലേ പഠിച്ചില്ല. അതിൻ്റെ ഒരു ആദ്യത്തെ ഡോസ് അവർ കിട്ടിയത് ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പലതും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് കണ്ടൻറ്റ് കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളതായിരുന്നു. അത് പ്രോപ്പറായിട്ട് അവർ പഠിച്ചിട്ടില്ല. പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ എക്സാം ഈസി ആയിരുന്നു. എന്നിരുന്നാലും പിന്നീട് അവർ ഓൺ എക്സാമിന് ശേഷം പാരൻസ് മീറ്റിംഗ് മറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പഠിക്കണം തീരുമാനിച്ച് കുറച്ച് സമയം അവർ പഠിച്ചെങ്കിലും പിന്നെയും സ്കൂളിൽ ആർട്സ്, സ്പോർട്സ്, ബാക്കി പരിപാടികളൊക്കെ വന്നപ്പോൾ വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് പോയി. ഇതല്ലേ ശരിക്കും SSLC വിദ്യാർത്ഥികളുടെ യഥാർത്ഥ അവസ്ഥ? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഇതല്ലേ? നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ടഫ് ആകാൻ പോവാണ്. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് കൂടി ഈ റീലൊന്ന് കാണിപ്പിക്കണം. നിങ്ങൾ രണ്ടാളും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്, എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ സമയം ഒരിക്കലും വൈകിച്ചുകൂടാ. ഇനിയും നിങ്ങൾ പഠിക്കാതെ എക്സാമിൻ്റെ തലേന്നത്തേക്ക് എല്ലാം കൂടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം വലിയൊരു ടഫാവുകയും നിങ്ങളുടെ റിസൾട്ട് അട്ടർ ഫ്ലോപ്പിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ സമയത്ത് പാരൻസ് ചെയ്തു കൊടുക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മക്കളുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട ഒരു മോറൽ ആൻഡ് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക. ചിലപ്പോൾ അവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ കണ്ടൻറ്റ് കൂടിയത് കൊണ്ട് ഇത്രയും കാലം പഠിക്കാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവർ നേരിടും. പക്ഷേ ഒരു കുട്ടിയുടെ ഉള്ളിൽ പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ പാരൻറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് മികച്ച മാർക്ക് നേടാൻ പറ്റും. മൂന്നാമതായിട്ട് അവർ ഒരു കാരണവശാലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് SSLC കുട്ടികൾ നല്ല എഫേർട്ട് ഇട്ട് ഇനിയുള്ള സമയം പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് 2026 മാർച്ചിലെ പബ്ലിക് എക്സാം കഴിഞ്ഞ് ഏപ്രിൽ അല്ലെങ്കിൽ മെയിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. ഇനിയും ഇത്രയും കാലം നിങ്ങൾ പഠിക്കാതിരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കല്ലേ വേണ്ടത്. ഇനിയുള്ള നിമിഷം, ഈ സെക്കൻഡ് മുതൽ, ഈ ഒരു മിനിറ്റ് മുതൽ നിങ്ങൾ പഠിക്കുമെന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ടഫാകും. അതിനുള്ള ഉത്തരവാദി, അതിനുള്ള കാരണം നിങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കലും ആ തെറ്റിലേക്ക് നിങ്ങൾ പോകരുത്. പഠിച്ചു തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്.